നമ്മൾ ഫിഷറി ബൈ പ്രോഡക്ട്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫിഷ് ബോഡി ഓയിൽ എന്നൊരു ബൈ പ്രോഡക്റ്റാണ്. ഫിഷ് ബോഡി ഓയിൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ ഫിഷ് മീലിൻ്റെ പ്രൊഡക്ഷൻ പഠിച്ചു. അപ്പോൾ ഫിഷ് മീൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട്, അതായത് ഫാറ്റി ഫിഷസിൽ നിന്ന് നമ്മൾ ഫിഷ് മീൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓയിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഫാറ്റി ഫിഷസ് ലൈക്ക് ഓയിൽ സാഡിൻ പോലെയുള്ള നല്ല ഫാറ്റ്സ് ഉള്ള ഫിഷസിൽ നിന്നാണ് നമ്മൾ പ്രധാനമായും നമ്മൾ ബോഡി ഓയിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. പല ഇൻഡസ്ട്രിയൽ യൂസസ് ഉണ്ട്. നമുക്ക് ആ യൂസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റെപ്സ് നോക്കിയതിന് ശേഷം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡിയിൽ അടങ്ങിയിരിക്കുന്ന ഓയിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ റോ മെറ്റീരിയൽ, അതായത് ഫ്രഷ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ, അതായത് ഫാറ്റി ഫിഷസ്, എസ്പെഷ്യലി ഓയിൽ സാഡിൻ പോലെയുള്ള ഫാറ്റി ഫിഷസ് കളക്ട് ചെയ്ത് ആ റോ മെറ്റീരിയൽ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വലിയൊരു ടബിൽ എടുത്ത് ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് എത്ര ഫിഷാണോ നമ്മൾ ഇടുന്ന അത്രയും ക്വാണ്ടിറ്റി വെള്ളം ആഡ് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്നു. റോ മെറ്റീരിയൽ വാഷ്ഡ് ദെൻ കുക്ക്ഡ് ഇൻ ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. അത്രയും ക്വാണ്ടിറ്റി, എത്ര മീനാണോ നമ്മൾ എടുക്കുന്നത് അത്രയും ക്വാണ്ടിറ്റി വെള്ളവും കൂടെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ കുക്ക് ചെയ്യുന്നു. ഏകദേശം ഒരു 30 മിനിറ്റ്സ് ഒരു 30 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കുക്ക് ചെയ്യുന്നു. കുക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും, മീൻ വേകും. സ്വാഭാവികമായും മീൻ വെന്ത്. അപ്പോൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒക്കേഷണൽ സ്റ്റിറിങ് ഈസ് ആൾസോ ഷുഡ് ബി പ്രാക്ടീസ്. സ്റ്റിറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കമ്പ് വെച്ചോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇളക്കിക്കൊണ്ടിരിക്കണം, നന്നായിട്ട് ഇളക്കണം. കാരണം ഇതിൻ്റെ ഫ്ലഷിൽ നിന്ന് എന്താണ് ഈ ഓയിൽ സെപ്പറേറ്റ് ചെയ്ത് ഇളകണം. ഇതിൻ്റെ ഫ്ലഷ് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി അതിനകത്ത് നിന്ന് എന്താണ് ഓയിൽ സെപ്പറേറ്റ് ചെയ്ത് പൊങ്ങി വരണം. നമുക്കറിയാം, വെള്ളത്തിൽ എന്താണ് ഓയിലിൻ്റെ ഡെൻസിറ്റി വെള്ളത്തിനെക്കാട്ടി കുറവായതുകൊണ്ട് എന്താണ് സ്വാഭാവികമായിട്ടും ഈ ഓയിൽ പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ഇത് ഇളക്കുന്ന സമയത്ത് ഫ്ലഷിൽ നിന്ന് ഓയിൽ സെപ്പറേറ്റ് ചെയ്യുകയും ആ ഓയിൽ എന്താണ് ഫ്ലോട്ട് ഓൺ ദി സർഫേസ്, എന്താണ് ആ ടബിൻ്റെ സർഫസിൽ എന്താണ് വന്ന് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നു. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഓയിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. ഓയിൽ സെപ്പറേറ്റ് ചെയ്ത് അവിടെ നിന്ന് മാറ്റുന്നു. വീണ്ടും ഇതിനെ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ ആദ്യം നമ്മൾ ഓയിൽ കളക്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിനെ ഒന്നുകൂടെ ഒന്ന് ബോയിൽ ചെയ്യുന്നു. പിന്നെ അഡീഷണലുള്ള എന്താണ് ഓയിൽസ് എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ്സ് കൂടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ബോയിൽ ചെയ്യുന്നു വിത്ത് ഒക്കേഷണൽ സ്റ്റിറിങ്. അതായത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അഡീഷണൽ ആയിട്ട് ഇനി ഉള്ള ഓയിലുകളെല്ലാം അതിനകത്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ഇതിൻ്റെ ബാക്കി എൻ്റയർ മാസസ്, ഇത് ഓയിൽ സർഫസിൽ വന്ന് ഫ്ലോട്ട് ചെയ്ത് കിടക്കും. എന്നിട്ട് ബാക്കിയുള്ള എൻ്റയർ മാസസും അടിയിൽ സെറ്റിൽ ഡൗൺ ചെയ്യാൻ അനുവദിക്കുക. ഓയിൽ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഓയിൽ കളക്ട് ചെയ്യുന്നു. ഈ കുക്ക്ഡ് മാസ്, അതായത് ഓയിലിന് ശേഷം നമ്മൾ മീനിൻ്റെ കുക്ക്ഡായിട്ടുള്ള അതിൻ്റെ ഭാഗങ്ങളെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതെടുത്തിട്ട് ഒരു ക്ലോത്ത് ബാഗിൽ കളക്ട് ചെയ്യുന്നു. ഇതെല്ലാം കൂടി ഒരു ക്ലോത്ത് ബാഗിൽ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, അത് പ്രസ് ചെയ്യുന്നു. ഒരു സ്ക്രൂ പ്രസ്സിൻ്റെ സ്ക്രൂ പ്രസ്സിൽ വെച്ച് അതിനകത്ത് സഹായത്തോടുകൂടി ഇതിൻ്റെ എന്താണ് പ്രസ് ചെയ്യുമ്പോൾ ഒരു ക്ലോത്ത് ബാഗിലേക്ക് കണ്ടൻസ് എല്ലാം കൂടെ എടുത്ത് സ്ക്രൂ പ്രസ് വെച്ച് പ്രസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അതിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡ്സ് എല്ലാം പുറത്തേക്ക് വരുന്നു. പിന്നെ ആ ഒരു മാസ് പോർഷൻസ് മാത്രം അവിടെ ഉണ്ടാകും. നമ്മളത് ഫിഷ് മീൽ പ്രൊഡക്ഷനിൽ നമ്മൾ പഠിച്ചാണ്. ഫിഷ് മീൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും ഇങ്ങനെയാണ്. ഇത് വേവിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, സ്ക്രൂ പ്രസ് വെച്ച് പ്രസ് ചെയ്തെടുക്കുന്നു. ഈ പ്രസ് ചെയ്തെടുക്കുന്ന ഈ സോളിഡ് കണ്ടന്റ് ഉണക്കിയിട്ടാണ് ഫിഷ് മീലായി പോകുന്നത്. സെയിം തിങ്സ് ഹാപ്പൻസ്. ഈ സോളിഡ് കണ്ടന്റ് എടുത്ത് നമുക്ക് ഫിഷ് മീലിന് പോകാം. പിന്നെ ആ ലിക്വിഡിൽ നിന്ന് പ്രസ് ലിക്വർ എന്ന് പറയാം. പ്രസ് ലിക്വർ എടുത്തതിന് ശേഷം അതിനകത്ത് നമ്മൾ കുറച്ച് കോമൺ സാൾട്ട് ഇടുന്നു. ഉപ്പ് ഇടുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രസ് ലിക്വറിൽ ഇനിയും അഡീഷണൽ ആയിട്ട് ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഓയിൽ വീണ്ടും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കോമൺ സോൾട്ട് ആഡ് ചെയ്യുന്നത്. കോമൺ സോൾട്ട് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ഇളക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് അതിനകത്തുള്ള അഡ്ഹെയർ ചെയ്തിരിക്കുന്ന പിന്നെ ഈ ഓയിലെല്ലാം ഒന്ന് സെപ്പറേറ്റഡ് ആയിട്ട് വരും. അത് ഓയിൽ കളക്ട് ചെയ്യുന്നു. അപ്പോൾ 3 സ്റ്റേജസിലായിട്ട് നമ്മൾ ഓയിൽ കളക്ട് ചെയ്യും. ഫസ്റ്റ് അപ്പം ഈ ഓയിലെല്ലാം കളക്ട് ചെയ്ത് സർഫസിൽ നിന്ന് ഇതിനകത്തുനിന്ന് ഈ പ്രസ് ലിക്വിഡിൽ നിന്നും നമ്മൾ ഓയിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഈ കളക്ട് ചെയ്ത ഓയിലെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നിടത്ത് ഓയിൽസ് നമ്മൾ അതിനകത്ത് ഒന്ന് പ്യൂരിഫൈ ചെയ്യണം. പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരു വെള്ളമൊക്കെ ഉണ്ടാവും. അതിനകത്ത്
വെള്ളമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ എന്താണ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ വാട്ടർ കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടൊന്ന് നമ്മളിതൊന്ന് ഒരു വാട്ടർ ബാത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ബോയിൽ ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. ഓയിൽ സെപ്പറേറ്റ് ചെയ്ത ഓയിൽ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു വാട്ടർ ബാത്തിൽ വെച്ചിട്ട് അത് ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ് അതിനകത്ത് പിന്നെ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്ടർ കണ്ടൻറ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, അത് പുറത്തേക്ക് പോകുന്നു, കളയുന്നു, എവാപ്പറേറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇത് പിന്നെ എടുക്കുന്ന നമുക്ക് ആ ഓയിൽ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഓയിൽ കളക്ട് ചെയ്യുന്ന ഓയിൽ എന്താണ്, ഷുഡ് ബി സ്റ്റോർഡ് ഇൻ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ്. എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിനകത്താണ് നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ എയർ ടൈറ്റ് കണ്ടെയ്നർ എന്ന് പ്രത്യേകം പറയുന്നത്? എന്തുകൊണ്ടാണ്? നമുക്കറിയാം എന്താണ്, ഇത് ഫാറ്റാണ്. ഫാറ്റ് വളരെ ഈസി ആയിട്ട് ഓക്സിഡേഷൻ, അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്താണ്, ഫാറ്റ് അണ്ടർഗോ ഓക്സിഡേഷൻ, അല്ലേ, ഓക്സിഡേഷൻ നടക്കുന്നു. ഫാറ്റ് ഓക്സിഡേഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ പിന്നെ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലാണ് നമ്മൾ ഇത് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഫിഷ് ബോഡി ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ നമ്മൾ സാധാരണ ഫാറ്റി ഫിഷസ് ലൈക്ക് ഓയിൽ സാഡിൽ നിന്നാണ് നമ്മളിത് ബോഡി ഓയിൽ കളക്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ആൾസോ നമ്മൾ ഫിഷ് മീൽ പ്രൊഡക്ഷൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടും അവിടെ നിന്ന് ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടും നമുക്ക് ഓയിൽ ലഭിക്കുന്നുണ്ട്. ഫാറ്റി ഫിഷസിൽ നിന്ന് ഫിഷ് മീൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മത്സ്യം കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകിയിട്ട് വലിയൊരു ടബിൽ എടുത്തിട്ട്, പണ്ട് കാലത്ത് ഈ പറഞ്ഞതുപോലെ തീരദേശ മേഖലകളിലെല്ലാം എന്താണ് ഇതിൻ്റെ ഓയിൽ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ധാരാളം മത്സ്യങ്ങൾ കിട്ടുമ്പോൾ ഇപ്പോഴത്തെ പോലെ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റിയോ ഫ്രീസിങ്ങോ അല്ലെങ്കിൽ ഒന്നും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ലായിരുന്നു. അപ്പം ഇതിൽ നിന്ന് സാധ്യമായ ബൈ പ്രോഡക്റ്റുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ അങ്ങനെ തീരദേശ മേഖലകളിലൊക്കെ ഇങ്ങനെ ഓയിൽ പ്രൊഡക്ഷൻ, ബോഡി ഓയിൽ പ്രിപ്പറേഷൻ സെൻറ്റേഴ്സുകൾ ഉണ്ടായിരുന്നു. അവിടെ ഈ ഓയിൽ സാഡിൽ ലാൻഡ് ചെയ്യുമ്പോൾ, ധാരാളമായിട്ട് ഓയിൽ സാഡിൽ ലാൻഡ് ചെയ്യുമ്പോൾ ഭക്ഷ്യ ആവശ്യത്തിന് എടുത്തതിന് ശേഷം അധികം വരുന്ന ഓയിൽ സാഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ ട്രഡീഷണൽ ആയിട്ട് ഓയിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ വലിയ ടബുകൾ എടുത്തിട്ട് അതിനകത്ത് മീൻ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മീനെല്ലാം കൂടെ അതിനകത്തോട്ട് ഇടുന്നു. എന്നിട്ട് വെള്ളം ഒഴിക്കുന്നു, ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഉപയോഗിക്കുന്നു. എത്ര മീനുണ്ടോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, കുക്ക് ചെയ്യുന്നു, തീ കത്തിച്ച് കുക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒരു 30 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇളക്കും. വലിയ പല കഷ്ണമെല്ലാം വെച്ചിട്ട് എന്താണ് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും. ഇളക്കുമ്പോൾ എന്ത് പറ്റും, അതിൻ്റെ ശരീരത്തിൽ നന്നായിട്ട് കുക്ക്ഡ് ആവുകയും മീറ്റൊക്കെ സെപ്പറേറ്റ് ആയി മാറി അതിനകത്ത് ഓയിൽ ഫ്ലോട്ട് ചെയ്ത് വെള്ളോട്ട് വരികയും ചെയ്യുന്നു, അല്ലേ. സർഫസിൽ വന്ന ഓയിലാണ്, ഈ ഓയിൽ നമ്മൾ കളക്ട് ചെയ്തത്. അപ്പോൾ വീണ്ടും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒന്നുകൂടെ നമ്മൾ ആ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഓയിൽ കളക്ട് ചെയ്യണമെങ്കിൽ വീണ്ടും ഒന്നുകൂടെ കുക്ക് ചെയ്യാറ് ഒരു 30 മിനിറ്റ്സ് കൂടെ, അതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെന്ന് കരുതി. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ സ്റ്റേജിൽ 30 മിനിറ്റും കൂടെ ഇത് ഒന്നുകൂടെ സ്റ്റിർ ചെയ്ത് എടുക്കുന്നു. എന്നിട്ട് ഓയിൽ കളക്ട് ചെയ്തതിന് ശേഷം എന്താണത് ക്വയറ്റായിട്ട് വെക്കുന്നത്, അലൗഡ് ടു സെറ്റിൽ ഡൗൺ, മീൻസ് അതിൻ്റെ സോളിഡ് കണ്ടൻറ്റൊക്കെ താഴെ സെറ്റിൽ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഈ സോളിഡ് മാസ് മാത്രം അടിയിൽ തങ്ങുന്ന സോളിഡ് മാസ് ഒരു ക്ലോത്ത് ബാഗിൽ എടുത്തതിന് ശേഷം ആ ഒരു സ്ക്രൂ പ്രസ്സിൽ വെച്ചിട്ട് അത് പ്രസ് ചെയ്ത്, അതായത് ദാറ്റ് മീൻസ് എന്താണ്, അത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമെല്ലാം എടുക്കുന്നു. അപ്പം ഈ മൊത്തം വെള്ളത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഓയിൽ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസ് ചെയ്തെടുക്കുന്ന അതിനെയാണ് നമ്മൾ എന്താ പറയുക, പ്രസ് ലിക്വർ എന്ന് പറയുന്നത്. പ്രസ് ചെയ്ത് വരുന്ന അതിനെയാണ് പ്രസ് ലിക്വർ. സോളിഡ് കണ്ടന്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ ഫിഷ് മീലിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പം ആ ലിക്വിഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈസി ആയിട്ട് പിന്നെ ഓയിൽ സെപ്പറേറ്റഡ് ആയിട്ട് വരാൻ വേണ്ടി നമ്മൾ കുറച്ച് കോമൺ സോൾട്ട് ആഡ് ചെയ്യുന്നു. കോമൺ സോൾട്ട് ആഡ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു, ഓയിൽ സെപ്പറേറ്റ് ചെയ്ത് മെയിനെ കളക്ട് ചെയ്ത് പല സ്റ്റേജുകളിലായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഓയിൽ എന്ത് ചെയ്യുന്നു, അത് പിന്നെ ഒന്ന് പ്യൂരിഫൈ ചെയ്യണം. അതിനകത്ത് വെള്ളം ചിലപ്പോൾ ധാരാളമായിട്ട് വെള്ളം ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ ഈ വെള്ളമെല്ലാം ഒന്ന് അതിനകത്ത് നിന്ന് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് പ്യൂരിഫിക്കേഷൻ, റിഫൈൻമെൻറ്റ് നടത്തുന്നത് എങ്ങനെയാണ്, വാട്ടർ ബാത്തിൽ വെച്ചൊന്ന് തിളപ്പിക്കുന്നു, വീണ്ടും ഒന്ന് ചൂടാക്കുന്നു. ഓയിൽ ചൂടാക്കുമ്പോൾ അതിനകത്തുള്ള വെള്ളമെല്ലാം എവാപ്പറേറ്റ് ചെയ്ത് പോവുകയും പ്യൂരിഫൈഡ് ആവുകയും ചെയ്യുന്നു ബോഡി ഓയിൽ. ഈ ബോഡി ഓയിൽ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ സൂക്ഷിച്ച് വെക്കുന്നു. എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് തന്നെ സൂക്ഷിച്ച് വെക്കണം. ബിക്കോസ് എന്താണ്, ഇതിന് ഓക്സിഡേഷൻ സംഭവിച്ച് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്കിനി ഫിഷ് ബോഡി ഓയിലിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ യൂസസ്, ഇറ്റ്സ് യൂസ്ഡ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ഫാക്ടീസ്. ഫാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ റബ്ബർ ഫില്ലിംഗ് കോമ്പൗണ്ട് ആണ്. അത് സാർഡിൻ ഓയിലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഫാറ്റ് ലിക്വറിംഗ് ഇൻ ദ ലെതർ ഇൻഡസ്ട്രിയിൽ വ്യാപകമായിട്ട് ഇത്
ബോഡി ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. ടെമ്പറിംഗ് ഓഫ് സ്റ്റീൽ ഇൻഡസ്ട്രിയിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ബാച്ചിങ് ഓഫ് ജൂട്ട്, ഇൻസെക്ടിസൈഡൽ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആസ് എ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഓഫ് വുഡൻ ബോട്ട്സിനൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ബോഡി ഓയിൽ ഉപയോഗിക്കുക. അതിനകത്ത് ബോഡി ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, വുഡൻ ബോട്ട്സിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ദിസ് ആർ ദ യൂസസ് ഓഫ് ഫിഷ് ബോഡി ഓയിൽ. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് പേൾ എസൻസ് എന്നുള്ള ഒരു ഫിഷറി പ്രോഡക്റ്റാണ്. പേൾ എസൻസ് ഇത് നമുക്ക് പേര് സൂചിപ്പിക്കുന്ന പോലെ ആർട്ടിഫിഷ്യൽ പേൾസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. മത്സ്യത്തിൻ്റെ സ്കെയിൽസിൽ നിന്നാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നത്. സ്കെയിൽസിൽ നിന്ന് നമുക്കറിയാം പെലാജിക് ഫിഷസിന് ഒരു ഇറിഡിസെൻറ്റ് കളർ, വളരെ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളൊരു കളർ എപ്പോഴും ഉണ്ടായിരിക്കുന്നു. സ്കെയിൽസിനും അതിൻ്റെ ബോഡിയിലും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ പെലാജിക് ഫിഷസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിൽസിലും അതിൻ്റെ ബോഡിയുടെ സ്കിന്നിൻ്റെ എപ്പിഡെർമൽ ലെയേഴ്സിലും എന്താണ് ഗ്വാനിൻ ഡിപ്പോസിറ്റ്. ഈ ഗ്വാനിനാണ് ഈ ഒരു ഇറിഡിസെൻ്റ് ആയിട്ടുള്ള കളർ നൽകുന്നത്, ഒരു റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള കളർ നൽകുന്നത്. പേളിൻ്റെ മാതിരിയുള്ള ഒരു കളർ ഇതിന് നൽകുന്നത് ഗ്വാനിനാണ്. ഈ ഗ്വാനിന് ഈ സ്കെയിൽസിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന, സ്കെയിൽസിൽ അടങ്ങിയിരിക്കുന്ന ഈ ഗ്വാനിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്താണ് പേൾ എസൻസ് ആക്കി മാറ്റുന്നത്. അപ്പോൾ പെലാജിക് ഫിഷസിലാണ് കാണുന്നത്, അതിൻ്റെ സ്കെയിൽസാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്റ്റലൈൻ ഗ്വാനിൻ, ഇതിനടങ്ങിയിരിക്കുന്ന ക്രിസ്റ്റലൈൻ ഗ്വാനിന് ഒരു സോൾവെന്റിൽ, ഏതെങ്കിലും ഒരു സോൾവെന്റിൽ പിന്നെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സോൾവെന്റ് എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇത് സസ്പെൻഡ് ചെയ്ത് കിടക്കും. അതിനകത്തോട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവെന്റിന്റെ സഹായത്തോടു കൂടി നമുക്കിതിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട്, ആ സ്കെയിൽസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് എടുക്കാൻ സാധിക്കും. നമ്മളിവിടെ ഉപയോഗിക്കുന്ന സോൾവെന്റാണ് ഗാസോലിൻ എന്നുള്ളൊരു സോൾവെന്റ് ആണ്. അപ്പോൾ ഈ സ്കെയിൽസ് റിമൂവ് സ്കെയിൽസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കെയിൽസ് സോക്ഡ് ഇൻ ഗാസോലിൻ, സോക്ഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മുക്കി വയ്ക്കുന്നു, കുതിർത്ത് വെക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, സാവകാശം ഈ ഗ്വാനിൻ അഥവാ ഈ പേൾ എസൻസ് എന്ന് പറയുന്ന ഈ ഗ്വാനിൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് ഈ സ്കെയിൽസിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് ട്രാൻസ്ഫർ ടു ഗാസോളിൻ. ഗാസോളിൻ എന്ന സോൾവെന്റിലേക്ക് വരികയും അതവിടെ സസ്പെൻഡ് ചെയ്ത് കിടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഈസ് ഫ്ലോട്ട് ഓൺ ദ സർഫേസ്. അതിൻ്റെ ഗാസോലിൻ്റെ ആ ഒരു സോൾവെന്റിലെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നു. അവിടെ നമ്മൾ ഇതിനെ ഈ സെപ്പറേറ്റ് ചെയ്ത പേൾ എസൻസ് വീണ്ടും ഒന്നുകൂടെ നമ്മൾ ഇത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന പേൾ എസൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. ഈ സെപ്പറേറ്റ് ചെയ്ത പേൾ എസൻസിനെ ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിൽറ്റർ ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈൻ പാർട്ടിക്കിൾസ് ഓഫ് പേൾ എസൻസ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പേൾ എസൻസ് ഉൽപ്പാദിപ്പിക്കുന്നത്. പേൾ എസൻസിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ആർട്ടിഫിഷ്യൽ പേൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം നമുക്ക് പേൾ ഓയിസ്റ്ററിൽ നിന്ന് ലഭിക്കുന്നതാണ് നാച്ചുറൽ ആയിട്ടുള്ള പേൾ എന്ന് പറയുന്നത്. ഇത് ആർട്ടിഫിഷ്യൽ പേൾ ഏകദേശം നാച്ചുറൽ പേളിനെ പോലെ തന്നെ ഇരിക്കും. ഈ ആർട്ടിഫിഷ്യൽ പേൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാസ്റ്റിക് ബീഡ്സ് എടുത്തിട്ട് അതിൻ്റെ പുറമെ നമ്മൾ ഈ പേൾ എസൻസ് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ് ലുക്സ് ലൈക്ക് എക്സാക്ട്ലി നാച്ചുറൽ പേൾ പോലെ ഉണ്ടായിരിക്കും. പിന്നെ നമുക്കറിയാം നമ്മൾ വേറെ പല യൂസസ് ഉണ്ട്. ഇത് ഈ ആഷ്ട്രേസ് ഉപയോഗിക്കുന്ന ആഷ്ട്രേസിന് ഒരു ഷൈനി കോട്ടിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഫിഷിംഗ് റോഡ്സ്, അതായത് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചൂണ്ടയുടെ റോഡ്സ് ആണ്. ആ റോഡ്സിൻ്റെ പുറമെ ഒരു ഷൈനി കോട്ടിങ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബുക്ക് കവേഴ്സിൽ ഷൈനി കോട്ടിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പേൾ എസൻസ് ടെക്സ്റ്റൈൽസിലും ജുവലറിയിലും ചില ജുവലറി ബോക്സസ് അതിൻ്റെ ഷൈനി കോട്ടിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നു. അംബ്രല്ല, അതായത് കുടയുടെ ഹാൻഡിൽസിൽ എന്നുള്ള ഷൈനി കോട്ടിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ ഇലക്ട്രിക് സ്വിച്ചസിലും ഒരു സർഫസ് കോട്ടിങ്സ്, ഒരു അട്രാക്റ്റീവ് കോട്ടിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പേൾ എസൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പേൾ എസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യങ്ങൾക്ക്, എസ്പെഷ്യലി പെലാജിക് ഫിഷസിന്, അതായത് സർഫസിൽ കാണുന്ന മത്സ്യങ്ങൾക്ക് അതിൻ്റെ ശരീരത്തിൻ്റെ സ്കിന്നിൻ്റെ എപ്പിഡെർമൽ ലെയറിലും as well as in the scales, guanine deposits on is an iridescent substance. ഇത് വളരെ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഇപ്പോൾ ഈ ഗ്വാനിനെ ഏതെങ്കിലും ഒരു സോൾവെന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മളിവിടെ ഗാസോലിൻ എന്നുള്ളൊരു സോൾവെന്റ് ഉപയോഗിച്ചിട്ട് സ്കെയിൽസിൽ നിന്ന്
ഈ പേൾ എസൻസ് അഥവാ ഗ്വാനിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. അങ്ങനെ ഈ ഗ്യാസ് ഓയിലിൽ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ഈ പേൾ എസൻസിനെ നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ട് ഫൈൻ പാർട്ടിക്കിൾസ് ഓഫ് പേൾ എസൻസ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു ഉപയോഗിക്കുന്നു, ആർട്ടിഫിഷ്യൽ പേൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ആസ്ട്രേയിൽ അല്ലെങ്കിൽ ചൂണ്ട ഫിഷിംഗ് റോഡ്സ്, ബുക്ക് കവേഴ്സ്, ടെക്സ്റ്റൈൽസിലും ജുവലറി ബോക്സസ്, അംബ്രല്ലയുടെ ഹാൻഡിൽസിലൊക്കെ, പിന്നെ ഈവൻ ഇലക്ട്രിക് സ്വിച്ചസിലും ഒരു ഷൈനി കോട്ടിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേൾ എസൻസ് ഉപയോഗിക്കുന്നു. അടുത്തതായി നമ്മൾ പഠിക്കുന്ന ഒരു ഫിഷറി ബൈ പ്രോഡക്ട്സ് ആണ് ഐസിങ് ഗ്ലാസ് ഓഫ് ഫിഷ് മൗസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ഐസിങ് ഗ്ലാസും ഫിഷ് മൗസും നമ്മൾ ഉണ്ടാക്കുന്നത് മത്സ്യത്തിൻ്റെ എയർ ബ്ലാഡറിൽ നിന്നാണ്. എയർ ബ്ലാഡർ മീൻസ് ചില മത്സ്യങ്ങളിൽ, ഉദാഹരണത്തിന് കാറ്റ് ഫിഷ്, കാപ്സ്, ഈൽ, പോളിനമിഡ്സ്, സയാനിഡ്സ്, സീ ബാസ് തുടങ്ങിയ മത്സ്യങ്ങളിൽ അത് വെള്ളത്തിൽ പല സ്റ്റേജസിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അവയ്ക്ക് അവിടെ ശരീരത്തിനുള്ളിലുള്ള ഒരു പ്രത്യേക അവയവമാണ് എയർ ബ്ലാഡർ എന്ന് പറയുന്നത്. അതിനകത്ത് എയർ ക്രമീകരിച്ചുകൊണ്ടാണ് ജലത്തിൻ്റെ പല ഘട്ടങ്ങളിൽ പല ആഴങ്ങളിൽ അവർ നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവയ്ക്കുള്ള ഒരു ഉപകരണമാണ് എയർ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഫിഷറി ബൈ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഐസിങ് ഗ്ലാസ് ഓർ ഫിഷ് മൗസ് ആണ്. നമുക്കറിയാം ഇത് എയർ ബ്ലാഡറിൽ നിന്ന്, മത്സ്യത്തിൻ്റെ എയർ ബ്ലാഡർ എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പം നമുക്ക് എയർ ബ്ലാഡർ മീൻസ് സ്വിം ബ്ലാഡർ എന്നർത്ഥം. കാറ്റ് ഫിഷസിനും കാപ്സ്, ഈൽസ്, പോളിനമിഡ്സ്, സയാനൈഡ്സ്, സീബാസ് തുടങ്ങിയ മത്സ്യങ്ങൾ അവർക്ക് ജലാശയത്തിലെ ബോയൻസി ക്രമീകരിക്കുന്നത് ഈ എയർ ബ്ലാഡറിലെ അല്ലെങ്കിൽ ഈ സ്വിം ബ്ലാഡറിലെ എയർ ക്രമീകരിച്ചിട്ടാണ്. അതിനുള്ള ഒരു പ്രത്യേക ഭാഗമാണ് സ്വിം ബ്ലാഡർ അഥവാ എയർ ബ്ലാഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന്, ഈ ഫിഷസിൽ നിന്ന് എടുക്കുന്ന ഡ്രൈഡ് എയർ ബ്ലാഡർ ഓഫ് ദീസ് ഫിഷസ് ആർ കോൾഡ് ഫിഷ് മൗസ് എന്നാണ് പറയുന്നത്. നമുക്ക് ഫിഷ് മൗസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ എയർ ബ്ലാഡറിനകത്ത് നമുക്ക് റിച്ച് ഇൻ കൊളാജിൻ എന്നുണ്ട്. കൊളാജിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ വളരെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചൈനയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡെലിക്കസി. ചൈനീസ് സൂപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എയർ ബ്ലാഡറിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ, ബിക്കോസ് ഇറ്റ്സ് റിച്ച് ഇൻ കൊളാജിൻ, ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതെങ്ങനെയാണ് നമുക്ക് ഈ ഐസിങ് ഗ്ലാസിൻ്റെ ഉൽപ്പാദനം അല്ലെങ്കിൽ ഫിഷ് മൗസ് എങ്ങനെയാണ് എടുക്കുന്നത്, സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് ബ്ലാഡർ ഫസ്റ്റ് റിമൂവ് ചെയ്യുന്നു. മത്സ്യത്തിൽ നിന്ന് നമ്മൾ എയർ ബ്ലാഡർ അല്ലെങ്കിൽ സ്വിം ബ്ലാഡർ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്തെടുക്കുന്നു. എടുത്തതിന് ശേഷം അതിനകത്ത് പുറമെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ബ്ലഡ് അല്ലെ അഡ്ഹെയർ ചെയ്തിരിക്കുന്ന ഫാറ്റ്സ്, മറ്റു കണ്ടന്റുകളെല്ലാം നമ്മൾ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, അത് സ്ക്രേപ്പ് ചെയ്ത് കളയുന്നത്, ചിരണ്ടി കളയുന്നു, അതിൻ്റെ പുറത്തുനിന്ന് സർഫസിൽ നിന്ന് വലിച്ച് കളയുന്നു. എന്നിട്ട് എയർ ബ്ലാഡറായിട്ട് എടുക്കുന്നു. അപ്പോൾ അങ്ങനെ എടുക്കുന്ന എയർ ബ്ലാഡർ കട്ട് ഓപ്പൺ ചെയ്യുകയും വാഷ്ഡ് ഇൻ റണ്ണിങ് വാട്ടർ, കട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്താണ്, റണ്ണിങ് വാട്ടറിൽ, എന്താണ് നല്ല റണ്ണിങ് വാട്ടറിൽ നന്നായിട്ട് എയർ ബ്ലാഡർ എന്താണ് കട്ട് പീസ് കഴുകിയെടുക്കും. വീണ്ടും ഇതിൻ്റെ ഔട്ടർ ബ്ലാക്ക് മെംബ്രെയിൻ, കട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഔട്ടർ ബ്ലാക്ക് മെംബ്രെയിൻ, ഈ ബ്ലാഡറിൻ്റെ എന്താണ് പുറമേയുള്ള ഒരു ബ്ലാക്ക് മെംബ്രെയിൻ ഉണ്ട്, അത് സ്ക്രേപ്പ് ചെയ്ത് കളയുന്നു. സ്ക്രേപ്പ് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ ചരണ്ടി വലിച്ച് കളയുന്നു, അതിൻ്റെ ശരീരത്തിൽ നിന്ന് സ്ക്രേപ്പ് ചെയ്ത് കളയുന്നു. പിന്നെ ഇതെന്ത് ചെയ്യുന്നു, നമ്മൾ കട്ട് ചെയ്യുന്നു, ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഡ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉണക്കിയെടുക്കുക. ആർട്ടിഫിഷ്യൽ ഡ്രയർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൺ ഡ്രൈയിങ്ങിലൂടെയും നമുക്ക് ഉണക്കിയെടുക്കാം. ഇറ്റ്സ് സ്റ്റോർഡ് ഇൻ സ്യൂട്ടബിൾ കണ്ടെയ്നേഴ്സ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതിൻ്റെ ഉപയോഗമാണ് വളരെ വൈഡായിട്ടുള്ള യൂസസ് ആണ് ഇതിനുള്ളത്. It is used in the clarification of beer, wine and vinegar. വൈന് അഥവാ ബിയർ, വൈന്, വിനേഗർ മുതലായവ എന്ത് ചെയ്യുന്നു, അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനകത്ത് സോളിഡ് കണ്ടൻസ് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഉപയോഗിക്കുന്നു. ഇത് ഐസിങ് ഗ്ലാസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗമാണ് വൈൻ, വിനേഗർ, ബിയർ മുതലായവ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ബെവറേജ് ഇൻഡസ്ട്രിയിൽ ഇത് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. It is used as an adhesive base in confectionery products and in unique. Confectionery products, ബേക്കറി പോലുള്ള
പ്രോഡക്റ്റുകൾ, കൺഫെക്ഷണറി ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലത്ത് അഡ്ഹസീവ് ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഇന്ത്യൻ ഇങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ആൻ എഫിഷ്യൻറ്റ് അഡ്ഹസീവ് ഫോർ ഗ്ലാസ്, പോട്ടറി ആൻഡ് ലെതർ. അവിടെയൊക്കെ നമ്മൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അഡ്ഹസീവാണ് ഇത്. ഈ ഗ്ലാസ്സിനും പോട്ടറിയിലും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്, ലെതറിലൊക്കെ ഉപയോഗിക്കുന്നത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അഡ്ഹസീവായിട്ട് ഇതിനകത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഫിഷ് മോസ് ആസ് ഇൻ ഗ്ലാസ് അഥവാ ഫിഷ് മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് എയർ ബ്ലാഡറിൽ നിന്ന് അഥവാ സ്വിം ബ്ലാഡറിൽ നിന്ന് എടുക്കുന്നതാണ്. ഏതൊക്കെ ഫിഷസ് ആണ് ഉപയോഗിക്കുന്നത്? കാറ്റ് ഫിഷസ് ഉപയോഗിക്കുന്നുണ്ട്. കാറ്റ് ഫിഷസ്, കാർപ്സ്, ഈൽസ്, പോളിനെമിഡ്സ്, സയാനൈഡ്സ്, പിന്നെ സീപാസ് പോലുള്ള മത്സ്യങ്ങളിൽ എയർ ബ്ലാഡർ ഉണ്ട്. ഈ എയർ ബ്ലാഡറിൽ നിന്ന് ആണ് നമ്മൾ ഇതെടുക്കുന്നത്, ഫിഷ് മോസ് എന്ന് പറയുന്നത് എടുക്കുന്നത്. ഈ ഡ്രൈഡ് എയർ ബ്ലാഡർ, ഈ മത്സ്യങ്ങളിൽ നിന്ന് എടുക്കുന്ന ഡ്രൈഡ് എയർ ബ്ലാഡറിനെയാണ് നമ്മൾ എന്താണ് ഫിഷ് മോസ് എന്ന് പറയുന്നത്. ഫിഷ് മോസ് ഈ മത്സ്യങ്ങളിൽ നിന്ന് എടുക്കുന്ന ഉണങ്ങിയ എയർ ബ്ലാഡറിനെയാണ് നമ്മൾ ഫിഷ് മോസ് എന്ന് പറയുന്നത്. ഇത് നേരത്തെ പറഞ്ഞു ഞാൻ, റിച്ചിൻ, കൊളാച്ചിൻ. ഇത് ചൈനയിലൊക്കെ വളരെ എന്താണ് സൂപ്പിലൊക്കെ വളരെ അവരുടെ ഒരു ഡെലിക്കസി തന്നെയാണ്. ഇത് എന്താണ് ഈ സൂപ്പിനോടൊപ്പം തന്നെ ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സൂപ്പ് പ്രിപ്പറേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ മത്സ്യത്തിൽ നിന്ന് ബ്ലാഡർ എടുക്കുന്നു, സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിന് പുറമേ ഉള്ള ബ്ലഡും ഫാറ്റ്സും ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം കട്ട് ഓപ്പൺ ചെയ്തിട്ട് റണ്ണിങ് വാട്ടറിൽ നന്നായിട്ട് കഴുകിയെടുക്കുന്നു. കഴുകിയതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഔട്ടർ ബ്ലാക്ക് ലെയർ മെംബ്രെയിൻ ഉണ്ട്, അതും സ്ക്രാപ്പ് ഓഫ് ചെയ്ത് കളഞ്ഞ ശേഷം കട്ട് ഇൻ ടു പീസസ്, ചെറിയ പീസസ് ആക്കിയിട്ട് ഉണക്കിയെടുക്കുന്നു. ഉണക്കുക എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഡ്രയറിലോ അല്ലെങ്കിൽ സൺ ഡ്രൈയിങ്ങിലോ ഉപയോഗിച്ച് നമുക്ക് ഉണക്കിയെടുക്കാം. ഇറ്റ് സ്റ്റാർട്ടിങ് സ്യൂട്ടബിൾ കണ്ടെയ്നർ. ഇതിൻ്റെ യൂസസും നമ്മൾ കണ്ടു കഴിഞ്ഞു. ദറ്റ്സ് ഐസിങ് ക്ലാസ്. അടുത്ത നമ്മൾ ഒരു ഫിഷറി ബൈ പ്രോഡക്റ്റാണ് ഫിഷ് സൈലേജ് എന്ന് പറയുന്നത്. ഇതൊരു കാറ്റിൽ ഫീഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ ട്രാഷ് ഫിഷസിൽ നിന്ന്, ഫിഷ് ഓഫിൽ നിന്നാണ്, മത്സ്യത്തിൻ്റെ വേസ്റ്റുകളിൽ നിന്നും അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ മത്സ്യം, ഉപയോഗിക്കാത്ത മത്സ്യം, ട്രാഷ് ഫിഷസ് എന്നൊക്കെ എടുത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇവിടെ ഇത് കംപ്ലീറ്റ് ലിക്വിഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു? അത് ലിക്വിഫൈ ചെയ്തിട്ട് എങ്ങനെയാണ് ലിക്വിഫൈ ചെയ്യുന്നത്? അതിനകത്ത് തന്നെ അടങ്ങിയിട്ടുള്ള എൻസൈം ഉപയോഗിച്ചിട്ടുള്ള എൻസൈമാണ് അത് ലിക്വിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒപ്പം ഒരു ആസിഡും കൂടെ ആഡ് ചെയ്യണം. ആസിഡ് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ദാറ്റ് മീൻസ് ബാക്ടീരിയൽ ഡീകമ്പോസിഷൻ നടക്കരുത്, അറ്റ് ദി സെയിം ടൈം എൻസൈമാറ്റിക് ആക്ഷൻ നടക്കുകയുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചില ആസിഡ്സ്, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആസിഡ്സ് ഉപയോഗിക്കുന്നത്. പ്രൊപ്പയോണിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഫോമിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ് മുതലായവ നമുക്ക് ഉപയോഗിക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് മുതലായവ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലിക്വിഫൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഈ ട്രാഷ് ഫിഷസ് ആണെങ്കിലും ഫിഷ് ഓഫിലാണെങ്കിലും കംപ്ലീറ്റ്ലി കാറ്റിൽസിന് കഴിക്കത്തക്കത്തുള്ള ലിക്വിഫൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ലിക്വിഫൈ ചെയ്യുന്ന ആക്ഷൻ നടക്കുന്നത് പറഞ്ഞാൽ അതിനകത്ത് തന്നെയുള്ള എൻസൈം വെച്ചിട്ടാണ് ആക്ഷൻ നടക്കുന്നത്. അപ്പോൾ ആസിഡ് ഉപയോഗിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആൾവേസ് ഒരു pH ഒരു 4 എന്നുള്ള നിലയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബാക്ടീരിയൽ ഡികമ്പോസിഷൻ, ബാക്ടീരിയ വളരെയും ഉണ്ടാവില്ല. അറ്റ് ദ സെയിം ടൈം ഈ എൻസൈമാറ്റിക് ആക്ഷൻ മൂലം ഇതിൻ്റെ പ്രോട്ടീൻ എല്ലാം ലിക്വിഫൈ ചെയ്ത് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ട്രാഷ് ഫിഷ് അല്ലെങ്കിൽ ഫിഷ് ഓഫിൽ ലിക്വിഫൈഡ് ബൈ എൻസൈം ഇൻ പ്രസൻസ് ഓഫ് ആസിഡ്, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഫിഷ് ഓഫിൽ അല്ലെങ്കിൽ ട്രാഷ് ഫിഷ് ഗ്രൗണ്ട് വെൽ നന്നായിട്ട് ഇതാക്കിയിട്ട് പൊടിയാക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നു? fish offal or trash fish is ground and it's mixed with the 3 to 5% of acid. 3 മുതൽ 5% വരെ ആസിഡ് അതിനകത്ത് ആഡ് ചെയ്യുന്നു. ഇതിന് വേണ്ടിയിട്ടാണ്, in order to maintain the pH at 4 level മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ത് ആസിഡ് നമുക്ക് നേരത്തെ പറഞ്ഞ ആസിഡ്സ് ഏതും ഉപയോഗിക്കാം. എസ്പെഷ്യലി നമ്മൾ ഫോമിക് ആസിഡ്, ഫോർ എക്സാമ്പിൾ ഫോമിക് ആസിഡ് at 8% കോൺസെൻട്രേഷൻ, 85%, 85% കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫോമിക് ആസിഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഉപയോഗിക്കുന്നു. അപ്പം നന്നായിട്ട് നന്നായിട്ട് ഇത് ചെയ്തിട്ടുള്ള
ദ ഫിഷ് ഓഫൽ അല്ലെങ്കിൽ ട്രാഷ് ഫിഷ് ഗ്രൗണ്ട് ആൻഡ് മിക്സ്ഡ് വിത്ത് ആസിഡുമായിട്ട് മിക്സ് ചെയ്യുന്നു. ഇതൊരു മെക്കാനിക്കൽ മിക്സർ വഴിയിട്ട് നന്നായിട്ട് ഒരു മെക്കാനിക്കൽ മിക്സർ ഉപയോഗിച്ചിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇട്ട് വെക്കുന്നു, അടച്ചു വെക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അജിറ്റേറ്റ് ചെയ്യും, പീരിയോഡിക് അജിറ്റേഷൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് അജിറ്റേറ്റ് ചെയ്യുകയും വേണം. ഇത് ഏകദേശം ഈ പ്രോട്ടീനൊക്കെ ലിക്വിഫൈ ചെയ്ത് വരാൻ ഏകദേശം 1 മുതൽ 2 ആഴ്ച വരെ എടുക്കുമെന്നാണ് പറയുന്നത്. 1 to 2 weeks. ഇറ്റ് വിൽ ടേക്ക് 1 to 2 weeks ഫോർ ലിക്വിഫാക്ഷൻ. അപ്പം അതിൻ്റെ ഇതിപ്പം 1 മുതൽ 2 ആഴ്ച വരെ എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന് അതിൻ്റെ ഫ്രഷ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, 2 ഓയിൽ കണ്ടന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം അതിനനുസരിച്ച് ഈ സമയം അങ്ങ് മാറിക്കൊണ്ടിരിക്കും. ചില ഫിഷ് ഓഫൽ ട്രാഷ് ഫിഷ് നമ്മൾ ഫിഷ് സൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറഞ്ഞാൽ കാറ്റിൽ ഫീഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ കാറ്റിൽ ഫീഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കാറ്റിലിന് ഇത് ഫീഡായിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ന്യൂട്രലൈസ് ചെയ്യണം. ഇത് ആസിഡിക് മീഡിയത്തിലാണ്, pH 4 ആണ്. ഇത് ന്യൂട്രലൈസ് ചെയ്യണം. അതായത് ഒരു ആൽക്കലി ഉപയോഗിച്ചിട്ട് ന്യൂട്രലൈസ് ചെയ്തിട്ട് വേണം ഇതിന് കാറ്റിൽസിന് കൊടുക്കാൻ. അപ്പോൾ ഫിഷ് സൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇറ്റ്സ് പ്രോഡക്റ്റ് obtained from prepared from trash fish or fish offal. ട്രാഷ് ഫിഷ് അല്ലെ ഫിഷ് ഓഫലിൽ നിന്ന് നടക്കുന്ന ലിക്വിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്, ബൈ പ്രോഡക്റ്റാണ്. ഇവിടെ എന്താണ് ലിക്വിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഫിഷ് ഓഫലിലെ ട്രാഷ് ഫിഷ് ലിക്വിഫൈ ചെയ്ത് എങ്ങനെയാണ് എൻസൈംസിൻ്റെ ആക്ഷൻ മൂലമാണ് ലിക്വിഫാക്ഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ആസിഡിൻ്റെ പ്രസൻസും കൂടെ, അവിടെ ബാക്ടീരിയ ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ബാക്ടീരിയ വളരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആസിഡിൻ്റെ ഒരു പ്രസൻസും കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഫിഷ് സൈലേജ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, ഇത് കാറ്റിൽ ഫീഡായിട്ടാണ് സാധാരണ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഷറി പ്രോഡക്ട്സ്, വാല്യൂ ആഡഡ് ഫിഷറി പ്രോഡക്ട്സും ബൈ പ്രോഡക്ട്സും എല്ലാം നമുക്കിപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു ഭാഗത്തോട് ഈ ഒരു സെഷനോടുകൂടി ഫിനിഷ് ആകുകയാണ്. ഓക്കെ, താങ്ക് യു.